അമ്മ 12-ാം തീയതി രാവിലെ വീട്ടിലാണ് വീണത്. ആ സർജറി വേണമെന്ന് പറഞ്ഞു, കമ്പി ഇടണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് അവിടെ ഇഞ്ചക്ഷൻ്റെ ഒരു സിറിഞ്ച് പോലും ഞാൻ അവിടെ നിന്ന് വാങ്ങേണ്ടി വന്നായിരുന്നു. ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. എല്ലാം പുറത്തുനിന്നാണ് മേടിച്ചു. ഒരു സാധനം എനിക്ക് തന്നിട്ടില്ല അവിടുന്ന്. ആകപ്പാട് അവിടെ തന്നേക്കെന്ന് പറഞ്ഞാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ക്ഷീണം വരുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് ഇടാനുള്ള കാര്യം മാത്രമാണ് തന്നത്. ബാക്കി ഒരു മെഡിസിനും എനിക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയില്ല. എക്സ്റേ ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും അത്രയും ഞാൻ ബുദ്ധിമുട്ടി. അവിടെ അത്രയും രോഗികൾ അവിടെ വിഷമിക്കുന്നുണ്ട്. ഞാനവിടെ 10-12 ദിവസം ഞാൻ അവിടെ നിന്ന് 27-ാം വാർഡിലും 28-ാം വാർഡിലും അത്ര ആൾക്കാർ അവിടെ വിഷമിക്കുന്നുണ്ട്. ബാബു, എത്ര ദിവസം അമ്മ അവിടെ ഉണ്ടായിരുന്നു? 13-ാം തീയതി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. തുടർന്ന് എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ 12 ദിവസം അവിടെ ഉണ്ടായിരുന്നു. സർജറി കഴിഞ്ഞു. ഇപ്പോ നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അല്ലേ? അല്ല, നടക്കാൻ പറ്റത്തില്ല. നടക്കാനായിട്ടായില്ല. ഞാനെല്ലാം വാക്കറും മറ്റുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് അമ്മ എങ്ങനെയെങ്കിലും നടത്തിക്കാനുള്ള ശ്രമത്തിൽ നിൽക്കും. ഈ സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ സർജറിക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചോ പുറത്തുനിന്ന്? പുറത്തുനിന്ന് അവിടുത്തെ ഭഗവതി മെഡിക്കലിൽ നിന്നാണ് മേടിച്ചത്. അതിൻ്റെ എനിക്ക് ഡോക്ടർ എഴുതി തന്ന ചീട്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് ഇന്ന സ്ഥലത്തുനിന്ന് വാങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞോ അതോ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി എന്നാണോ പറഞ്ഞത്? അല്ല, ഭഗവതി മെഡിക്കലിൽ നിന്ന് തന്നെ മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ തന്നെ പറഞ്ഞു അല്ലേ? ഭഗവതി മെഡിക്കൽ സൊസൈറ്റിയുടെ ഫ്രണ്ടിൽ. അതെ. അവർ പറയുന്നത് നിങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ശരിയായി കൊണ്ടുപോവാ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കും, അല്ലെങ്കിൽ അമ്മയുടെ ഓപ്പറേഷൻ നടക്കത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്.